യാസിനി നമ്മൾ മോർണിംഗ് ഷോയിൽ അതിഥിയുടെ വിശേഷങ്ങൾ കിടക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററിലെ എല്ലാ ഷോയും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ഒരൊറ്റ സിനിമ എന്ന് പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് തന്നെയാണ്. കുമ്പളങ്ങി നൈറ്റ്സിലെ സുരാജാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. സുരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരാജ് ഒരു കുമ്പളങ്ങി നൈറ്റ്സിലെ വിനായകനാണ്. അതിൽ പ്രശാന്ത് എന്ന കഥാപാത്രത്തിൻ്റെ നായിക പറയുന്നുണ്ട്, ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ സുരാജിൻ്റെ സൈഡ് കട്ട് ശരിക്കും വിനായകനെ പോലെയാണെന്നുള്ളത്. ഞാനിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഡയലോഗിന് തിയേറ്ററിൽ ഭയങ്കര കയ്യടിയാണ് പ്രശാന്തിന് കിട്ടിയിട്ടുള്ളത്. പ്രശാന്ത് എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പേരാണ് സുരാജിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. ആ പെയിന്റിംഗ് തൊഴിലാളിയിൽ നിന്നാണ് അദ്ദേഹം സിനിമാ നടനിലേക്ക് എത്തിയത്. സുരാജ് എന്ന ആ പേരുള്ള നടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ മോർണിംഗ് ഷോയിൽ അതിഥി സെഗ്മെന്റിലൂടെ കാണുന്നത്. അതിലേക്ക് പോകാം. നമസ്കാരം, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. മോർണിംഗ് ഷോയിൽ ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ കഥാപാത്രമായി നമ്മളെ എല്ലാവരെയും ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശാന്താണ്. പ്രശാന്ത് എന്ന സൂരജാണ്. സൂരജ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് കേൾക്കാം. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. പ്രശാന്ത് ചേട്ടാ, എന്താണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളൊരു സിനിമ ജീവിതത്തിൽ കൊണ്ടുവന്നൊരു മാറ്റം? ഒരു സിനിമക്കാരനപ്പുറത്ത് പ്രശാന്ത് എന്നുള്ള ഒരാളും സൂരജ് എന്ന ആളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതൊന്ന് എന്താണെന്നൊന്ന് പറയാമോ? അല്ല, കുമ്പളങ്ങി നൈറ്റ്സിലെ പ്രശാന്ത് എന്ന ക്യാരക്ടറും എൻ്റെ ജീവിതത്തിലെ ഞാനും ഏകദേശം ഒരുപോലെയാണ്. അതായത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ആ പടത്തിൽ തന്നെ അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിക്കണമായിരുന്നു ആ പടത്തിൽ. ശരിക്കും നമ്മുടെ ഒരു ജീവിതമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കഥയായതുകൊണ്ട് എനിക്ക് വലിയ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട വന്നിട്ടില്ല. കാരണം നാച്ചുറലായിട്ട് തന്നെ എനിക്ക് അത് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് അതിനുള്ള റിസൾട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ശരിക്കും ഈ സിനിമയുമായിട്ടൊക്കെ ചെറിയ ചെറിയ ബന്ധങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ട്. ഞാൻ ലാൽ ജോസ് സാറിൻ്റെ മുന്നിൽ മുഖം കാണിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മുഖം കാണിച്ചത് ബിൽട്ടപ്പിന് വേണ്ടി ചെറിയ മുഖം കാണിച്ചത്. പിന്നെ ശ്യാം പുഷ്കറിന് യൂബിൻ്റെ പുസ്തകം പുള്ളിക്ക് അവാർഡ് നേടിക്കൊടുത്ത ഒരു പടമാണ്. അതിനകത്ത് ഞാൻ ചെറുതായിട്ട് മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ ക്യാരക്ടറും ഡയലോഗുമായിട്ട് ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലാണ് ചെയ്തേക്കണം. അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. എല്ലാവരും പ്രേക്ഷകരെല്ലാം മനസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ടി വന്നില്ല. ആദ്യത്തെ സിനിമയാണെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു വേഷം കിട്ടുന്ന ആദ്യത്തെ സിനിമയാണെങ്കിൽ പോലും ഭാഷയിലോ വേഷത്തിലോ അടക്കം വലിയ ഒരു തയ്യാറെടുപ്പുകളോ സിനിമ മേക്കപ്പോ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഒന്നും എല്ലാം കറക്റ്റ് നാച്ചുറലായിട്ട് തന്നെയാണ് അവർ പടം അങ്ങനെയാണ് എടുത്തേക്കണം. അത് കംപ്ലീറ്റ് നാച്ചുറലായിട്ട് തന്നെയാണ് പടം പോയേക്കണം. പിന്നെ എനിക്ക് തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡീഷൻ വഴിയാണ് കേട്ടോ അവരെന്നെ കാസ്റ്റ് ചെയ്യണം. ഓഡീഷൻ കാരണം ശ്യാം നമ്മുടെ ഫ്രണ്ടാണ്. ശ്യാം ഫ്രണ്ടാണെങ്കിൽ നമ്മളെ ഓഡീഷൻ ചെയ്തിട്ട് തന്നെ അവർ നമ്മളെ കാസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വേറെ വലിയ പാടൊന്നും ഉണ്ടാവില്ല അഭിനയിക്കാൻ നേരത്തെ. എല്ലാം അവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ശ്യാം, മധുവേട്ടൻ, അസോസിയേറ്റ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ബെന്നിച്ചേട്ടൻ, ജംഷീർ എല്ലാം പ്രൊഡക്ഷൻ കൺട്രോളർ, അവരെല്ലാവരും നമുക്ക് ഭയങ്കര ഒരു സ്വന്തം അനിയനെ പോലെ നമ്മളടുത്ത് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് സക്സസ് ആക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ്. ഈ ശരിക്കും പ്രൊഫഷണൽ ഡാൻസറാണ്, സിനിമയിലും ഡാൻസറാണ്. ഇങ്ങനെ ഡാൻസ് എങ്ങനെയാണ്, എന്തൊക്കെ സ്വാധീനമാണ് ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കുന്നത്? ഡാൻസ് നമ്മുടെ ജീവനാണ്. ഡാൻസ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ മേഖലയിലേക്ക് ഈ ഫിലിം പടമൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. ഡാൻസിലൂടെയാണ് എനിക്ക് ബന്ധങ്ങളും കിട്ടുന്നത്. പടത്തിലേക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റികളെല്ലാം ഡാൻസിലൂടെ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഡാൻസിലൂടെ എനിക്ക് കുറേ സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ സുഹൃത്ത് ഡാൻസിലൂടെ എനിക്ക് എൻ്റെ ആശാൻ തന്നെയാണ്. സതീഷ് ആശാനുമാണ്, ഗുരുസ്ഥാനത്തുമാണ്, എന്നാൽ എൻ്റെ ഫ്രണ്ടുമാണ്. സതീഷിനെ അപ്പോൾ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അവനാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നത്, ഡാൻസിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത് അവനോട് ഭയങ്കര എനിക്കൊരു കടപ്പാടും. ഈ സിനിമയിലോട്ട് വരാൻ നേരത്ത് ഫഹദ്, സൗബിൻ, ഷൈൻ നിഗം അങ്ങനെ വലിയൊരു നമ്മളെ സ്ക്രീനിലൊക്കെ മാത്രം കണ്ട് നിന്ന പലരുമുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തിയ, രസിപ്പിച്ച, ചിരിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒപ്പം ആദ്യത്തെ സിനിമ ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു എന്തായിരുന്നു, അങ്ങനെ എന്തൊക്കെയാണ് തോന്നിയത്? ഞാൻ ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു. കാരണം ഇത്രയും ജനപ്രിയ നായകന്മാരെ കൂടി ഒരു പടത്തിൽ ചെയ്യാൻ പോണപ്പോൾ തന്നെ ഇവരൊക്കെയാണ് ഫഹദിക്ക, സോബിനിക്ക, ഷൈനൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളും. അവരെ കൂടെയൊക്കെ നമ്മൾ ശരിക്കും താങ്കൾ പറഞ്ഞ പോലെ സ്ക്രീനിൽ കണ്ടേക്കണ അവരെ സ്ക്രീനിൽ മാത്രം കൊണ്ടുവരും. അപ്പം അടുത്ത് ഇടപഴകാനും
എല്ലാം ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ അവരുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? വലിയൊരു സീനിയർ നടനൊക്കെയാണ് ഫഹദ്, തുടക്കക്കാരനാണ് പ്രശാന്ത്, സൂരജ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂബിൻ്റെ ദിവസത്തിൽ ഫഹദിക്കാനെ എനിക്കറിയാം. ഫഹദിക്ക യൂബിൻ്റെ ദിവസത്തിൽ തന്നെ നമ്മൾ പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഈ പടത്തിൽ ലൊക്കേഷനിലൊക്കെ ചെന്നപ്പോൾ പുള്ളിനെ പുള്ളി മീറ്റ് ചെയ്താൽ നമ്മളൊന്ന് അതിൻ്റെ ഞാൻ ഒരുമിച്ച് അപ്പുറത്ത് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഫഹദിക്ക. അപ്പോൾ അപ്പോൾ ഈ പടത്തിൽ നമുക്ക് വർക്ക് ചെയ്യാളൂ. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞ പുള്ളി. ഇതിനെ സിനിമയിൽ നിന്ന് മാറ്റിപ്പിടിച്ച ജീവിതത്തിലോട്ടാണ് വരുന്നത്. സാധാരണക്കാരനായ ഒരാൾ സാധാരണക്കാരനായ കുടുംബത്തിൽ നിന്നും സിനിമയിലേക്കൊക്കെ എത്തിപ്പെടുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില ആളുകളൊക്കെ ഉള്ളൂ അങ്ങനെ സിനിമ എന്നുള്ളൊരു സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് പേരുള്ള ഒരു ലോകത്ത് ഇതൊന്നും അത്രയൊന്നും പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അതെങ്ങനെയാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഇത്തിരി ശോകാവസ്ഥ തന്നെയാണ്. എന്നാലും എവിടെയെങ്കിലും എന്തെങ്കിലും കര കയറണം എന്നുള്ളൊരു മനസ്സിലുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു മനസ്സിൽ. അതിപ്പോൾ എന്ത് ചെയ്തിട്ടാലും തല്ലാനും പിടിക്കാനും പോകാറില്ല കേട്ടോ ഒന്നിനും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്തിനായാലും. ജീവിതം മുമ്പോട്ട് പോകണം. 2 പിള്ളേർ, വൈഫ്. അപ്പോൾ അവരേക്ക് നമ്മൾ തന്നെ അത്താണിയായിട്ടുള്ളു. അപ്പോൾ അവരെ നമുക്ക് മര്യാദക്ക് നല്ല ഇത് കൊണ്ടുപോകണം. പിന്നെ ജീവിതത്തിൽ സന്തോഷമാണെന്ന് പറയാൻ നമ്മൾ കുടുംബം മാത്രമേ ഉള്ളൂ. കുടുംബമാണ് നമ്മുടെ സന്തോഷവും ജീവിതവും എല്ലാം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ. കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. എന്നാൽ പോലും ഇപ്പം മലയാള സിനിമ കണ്ടിറങ്ങിയ എല്ലാ ആളുകളും വിനായകൻ ചേട്ടനുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ആളുകൾ പലപ്പോഴും. വിനായകൻ ചേട്ടനുമായിട്ട് പരിചയമുണ്ട് നേരത്തെ തന്നെ. അദ്ദേഹം വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു സിനിമ കണ്ടിട്ട്? പുള്ളിയായിട്ട് എനിക്കങ്ങനെ നമ്മളെ വിളിച്ച് പറയാനുള്ള ഒരു ബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ആ യൂബിൻ്റെ ദിവസത്തിൽ വെച്ച് പുള്ളിനെ കണ്ടു. പിന്നെ എറണാകുളത്ത് കണ്ടിട്ടുണ്ട് പുള്ളി. പക്ഷേ അന്ന് എനിക്ക് എന്നോട് ഭയങ്കരമായിട്ട് കമ്പനി ആയിരുന്നു പുള്ളി. ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ഞാൻ പുള്ളി എടുത്തുണ്ട്. വിനായകൻ ചേട്ടൻ നമ്മുടെ അടുത്ത് പിള്ളേരൊക്കെ പറയണത് ഞാൻ വിനായകൻ എന്നെ പോലെ ഇരിക്കണം എന്നുള്ള ഇങ്ങനെ. അപ്പോൾ നീയാ പുള്ളിയുടെ ഡയലോഗ്, നീയാ എന്നെ പോലെ നീ പൊയ്ക്കണ്ടാവുന്നു, നീ എന്നെ പറഞ്ഞ നാണം കെടുത്ത്, നീ മാറി എങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ പുള്ളി. അവർ ഇത് സത്യമായിട്ടും പറഞ്ഞ നിങ്ങളെ കണ്ടിട്ട് നമ്മൾ വളർന്നു വന്ന അപ്പോൾ പുള്ളി ശരി എല്ലാം നന്നാവും എന്നൊക്കെ പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. പുള്ളിയൊക്കെ നല്ലൊരു മനുഷ്യനാണ്. നമ്മളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ പടത്തിലും. മാറ്റി നിർത്തിയില്ല. നമ്മൾ ചെല്ലുമ്പോൾ സംസാരിക്കാനും പിടിക്കാനും. അല്ലെങ്കിൽ പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഓൾറെഡി. അതെ മനസ്സിലായി. അങ്ങനെ ആർക്കും അങ്ങനെ പിടികൊടുക്കുന്ന മനുഷ്യരല്ല നമ്മളെ. പക്ഷേ നമ്മളെ ഭയങ്കര കാര്യം പറഞ്ഞു പുള്ളി. വിനായകൻ്റെ ലുക്ക് വിനായകൻ ചേട്ടനെ കൂട്ടി പറയാൻ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം പുള്ളി ഇത്ര ലെവലിലൊക്കെ നിൽക്കുന്ന മനുഷ്യനെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശാന്ത് എന്ന സൂരജിൻ്റെ ലൈഫിൽ ഒരു അപ്രതീക്ഷിത പ്രണയവും പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു വിവാഹ ജീവിതവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 2 കുട്ടികളുണ്ട് ഇപ്പം. ആ കഥ എങ്ങനെയാണ് ഒരു പ്രണയത്തിലോട്ട്? ഇത് പെയിൻറ്റിങ് ജോലിക്കാരനായിരുന്ന സൂരജ് പെട്ടെന്ന് പാലക്കാട് ചെല്ലുന്നു, ഡാൻസിനായിട്ട് ചെല്ലുന്നു, അവിടെ ഒരു യുവതിയെ കണ്ടുമുട്ടുന്നു, പ്രേമമാകുന്നു, വിവാഹത്തിലോട്ട് എത്തുന്നു. ആ ഒരു കഥ എങ്ങനെയാണെന്ന് പറയാമോ പ്രേക്ഷകർക്കായിട്ട്? ഞാൻ ഡീപ്പായിട്ട് പറയാം. അന്നേരം കുറച്ച് പറയാം. കാരണം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് തന്നെ നിൽസൺ കണ്ണമാലി എന്ന് പറഞ്ഞൊരു ഡിവോഷണൽ സോങ് ഒക്കെ എടുക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഒരു നല്ല താങ്ക്സ്, ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പുള്ളി വർക്കിന് പോയതുകൊണ്ടാണ് എനിക്ക് മഞ്ജുവിനെ എൻ്റെ വൈഫിനോട് വെച്ച് കാണാൻ പറ്റിയത്. അവളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയതൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വർക്കിന് പോയപ്പോൾ അവിടെ ഒരു കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഷൂട്ടും കാര്യങ്ങളും കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴൊക്കെ ചേച്ചിയുടെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ആ സതീഷ് എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സതീഷ്, ഗുരുതുല്യനായ സതീഷാണ് അവളെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ നമ്പർ അവൾ കൊടുത്ത അവൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പർ ഞാൻ വാങ്ങി അങ്ങനെ സംസാരിച്ച് കറക്റ്റായതാണ്. അപ്പോൾ ശരിക്കും തമാശയൊക്കെ തുടങ്ങിയതാണ്. പിന്നെ സീരിയസ് ആയി. പിന്നെ നിർത്തിയില്ല. ആളെ പോയി കൊണ്ടുവരേണ്ട അവസ്ഥയായി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാൻ പോയി അവിടെ പോയി വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ആളെ. ഇനി ഒരു ഇച്ചിരി സീരിയസ് ആകാമെന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ലുക്ക്, ആ സ്റ്റൈല്, അതൊക്കെ വെച്ചിട്ട് പൊതുവെ ആളുകൾക്കിടയിൽ ഇങ്ങനെ നോക്കുന്ന ഒരാളുകളുണ്ട് കൂടുതൽ. അല്ലേ സിനിമയിലൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ആളുകളുടെയൊക്കെ ഒരു പ്രതികരണവും അവരുടെ നോട്ടവും ഒക്കെ മാറിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, നമ്മളെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു വലിയ
ഇടങ്ങേറ ആ തീമാണെന്നുള്ള അതിൻ്റെയാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് ഇടപെടുന്ന ആൾക്കാരൊന്നും നമ്മളെ പറ്റി അങ്ങനെ പറയാറില്ല. കാരണം ദൂരെ നിന്ന് നോക്കിയാൽ ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. അവനോട്ട് അടുത്തറിഞ്ഞാൽ ഒരാളെ നമുക്ക് അടുത്തറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്. എനിക്ക് ബസ്സിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ട്. നേരത്തെ ചേട്ടൻ എവിടെയോ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മള് നേരത്തെ ഒരുപക്ഷെ ചിലപ്പം ഈ ഡാൻസിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ വേറെ വല്ല ലെവലിൽ വല്ല കൊട്ടേഷൻ അങ്ങനത്തെ മൈൻഡാണ്. കാരണം ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, കൂട്ടുകെട്ടുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആ ഡാൻസിൽ വന്നതോടെ അങ്ങനത്തെ ആ റൂട്ട് പോകാതെ കുറച്ച് നല്ല ഫ്രണ്ട്സ് കാര്യങ്ങളായി അങ്ങനെ മാറിയതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ ഇവിടം വരെയൊക്കെ എത്തി നിൽക്കണം. അപ്പം ഇനി സിനിമാക്കാരനായി, സിനിമാ നടനായി ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി. അപ്പം ഇനി എന്താണ് ഇനി ജീവിതത്തിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്നുള്ള? ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പിള്ളേരെ രണ്ടുപേരും പഠിപ്പിച്ച് നല്ലൊരു നിലക്ക് എത്തിക്കണം. പിന്നെ ചെറിയൊരു വീടാണ് ഞങ്ങളെ. ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി നല്ലൊരു വീടൊക്കെ ശരിയാക്കണം. അങ്ങനെ ദൈവം സഹായിച്ചിട്ട് നടക്കട്ടെ. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ സിനിമ എല്ലാവരും പോയി കാണണം. കാരണം നല്ലൊരു മൂവിയാണ്. ഞാൻ അഭിനയിച്ചത് കൊണ്ട് പറയണില്ല, എന്നാലും പുറത്തുനിന്ന് ഓഡിയൻസിൻ്റെ നിലയിൽ ഞാൻ പറയണത് നല്ലൊരു മൂവിയാണ്, കാണേണ്ട ഒരു പടമാണ്. അതായത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ശാംപുഷ്കരൻ്റെ റൈറ്റിങ്ങിൽ നല്ലൊരു മൂവിയാണ്. മധുസീനാഥൻ നല്ലോണം അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി. പിന്നെ ക്യാമറമാൻ ഷൈജുക്ക അവരൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് എടുത്ത് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ പോയി കാണണം, എല്ലാവരും കണ്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രേക്ഷകരോട് പറയുന്നു. അപ്പം ഏതൊക്കെയായാലും ഞങ്ങളോട് സഹകരിച്ചതിനും ഈ പ്രേക്ഷകരെ കാണാനായിട്ട് ഞങ്ങളൊപ്പം വന്നതിനുമൊക്കെ വലിയ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. എല്ലാ സിനിമകളും, ഇനിയുള്ള സിനിമകളും ജീവിതത്തിലെ ആഗ്രഹങ്ങളും എല്ലാം വിജയിക്കട്ടെ, വലുതായും വലിയൊരു നടനായി മാറട്ടെ, നല്ലൊരു നടനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നന്ദി. അപ്പോൾ മീഡിയ മോർണിംഗ് ഷോയിന് എൻ്റെ ഒരു വലിയൊരു നന്ദി. എന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി, നമസ്കാരം.